മാസങ്ങൾ നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്കും വാശിയേറിയ പോരാട്ടങ്ങൾക്കും ശേഷം കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 4 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. വോട്ടെണ്ണലിന് മുന്നോടിയായി പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് പടർത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്നാണ് ഭൂരിഭാഗം സർവേ ഏജൻസികളും ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നത്. ടൈംസ് നൗ JVC നടത്തിയ സർവേയിലാണ് UDF കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ആദ്യമായി സൂചിപ്പിച്ചത്. കേരളത്തിലെ വോട്ടർമാർ UDFിനൊപ്പമാണെന്നും ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് പ്രകടമാണെന്നും സർവേ വിലയിരുത്തുന്നു. തൊട്ടുപിന്നാലെ വന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനവും UDF അനുകൂലമായിരുന്നു. വോട്ടർമാരുടെ കൃത്യമായ പൾസ് അറിയുന്നതിൽ മുൻപന്തിയിലുള്ള ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം വന്നതോടെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. പീപ്പിൾസ് പൾസ്, CNN വോട്ട് വൈബ്, PMAR തുടങ്ങിയ പ്രമുഖ ഏജൻസികളും UDFിന് ഭരണ തുടർച്ച ലഭിക്കില്ലെന്നും പകരം പ്രതിപക്ഷം അധികാരത്തിലെത്തുമെന്നും വ്യക്തമാക്കുന്നു. UDFിന് LDFിനേക്കാൾ 5% വോട്ട് വീതം കൂടുതലായി ലഭിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇത് സീറ്റ് നിലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. PMARക്കിന്റെ പ്രവചനത്തിൽ BJPക്ക് കേരളത്തിൽ 4 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. NDA വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം പ്രവചനങ്ങൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്നുമാണ് LDF നേതൃത്വത്തിന്റെ വാദം. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങൾ വിലയിരുത്തുമെന്നും നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നുമാണ് മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രി പങ്കുവച്ച വിശ്വാസം. സർവേ ഫലങ്ങൾ കണ്ട് ആരും ആകുലപ്പെടേണ്ടതില്ലെന്ന് LDF പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം UDF നേതാക്കൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കുറഞ്ഞത് 85 സീറ്റുകൾ നേടി UDF അധികാരം പിടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ശക്തമായ UDF തരംഗം ഉണ്ടായിട്ടുണ്ടെന്നും വോട്ടെണ്ണൽ കഴിയുമ്പോൾ സീറ്റ് നില 90 കടക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ UDFിന് വലിയ രീതിയിൽ ലഭിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. BJP സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സീറ്റ് നിലനിർത്തുക എന്നതിലുപരി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് നിയമസഭയിൽ നിർണായക ശക്തിയാകാനാണ് ശ്രമം. ഒന്നിലധികം സീറ്റുകളിൽ മികച്ച വിജയം നേടുമെന്ന് BJP സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് അവരുടെ വിശ്വാസം. 5 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം ഒരേപോലെയല്ല. പശ്ചിമ ബംഗാളിൽ ഇത്തവണ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പോൾ ഡയറിയുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് കനത്ത വെല്ലുവിളി ഉയർത്തി BJP അധികാരം പിടിച്ചെടുക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ബംഗാളിലെ വോട്ടെടുപ്പ് നീണ്ടുനിന്നതിനാൽ ചില പ്രധാന ഏജൻസികൾ അവരുടെ പൂർണ്ണമായ സർവേ ഫലങ്ങൾ നാളെയും മറ്റന്നാളുമായി മാത്രമേ പ്രസിദ്ധീകരിക്കൂ. മാർച്ച് 15-നാണ് 5 സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. കേരളം, പുതുച്ചേരി, ആസാം എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നായിരുന്നു പോളിംഗ്. പശ്ചിമ ബംഗാളിലെ നീണ്ട ഘട്ടങ്ങളായുള്ള തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും പൂർത്തിയായതോടെയാണ് ഏജൻസികൾക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ നിയമപരമായ അനുമതി ലഭിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും കൃത്യമാകണമെന്നില്ലെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മെയ് 2-ന് മാത്രമേ യഥാർത്ഥ ജനവിധി എന്താണെന്ന് വ്യക്തമാകൂ. അതുവരെ പ്രവചനങ്ങളും വിശകലനങ്ങളുമായി രാഷ്ട്രീയ കേരളം സജീവമായിരിക്കും. ഓരോ വോട്ടും നിർണായകമായ ഈ പോരാട്ടത്തിൽ ആര് ചിരിക്കുമെന്നറിയാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്.